എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരും. ഞാനിവിടെ 1 കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി ക്ലീനാക്കി ഇതുപോലെ കട്ട് ചെയ്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഞാനിവിടെ വെള്ളം ഒട്ടും തന്നെ ഒഴിക്കുന്നില്ല, കാരണം കൂന്തൽ വെന്ത് വരുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതാണ്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് 4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. അതിനുശേഷം പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഇത് തുറന്നു നോക്കാം. കൂന്തൽ വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഒരു തവ അടുപ്പത്ത് വയ്ക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തത് ചേർത്ത് ഇളക്കാം. ഒരു 15 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും 2 പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായി വഴറ്റാം. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിത് മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. വളരെ എളുപ്പമാണ് ഈ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ കേട്ടോ. എൻ്റെ നാട്ടിൽ ഇതിനെ കണവ എന്നാണ് പറയാറ്, കണവ റോസ്റ്റ്. അപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. തക്കാളി എല്ലാം വെന്ത് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച കൂന്തൽ ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഞാനിതിൽ വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചിരുന്നില്ല. ഇത്രയും വെള്ളം കൂന്തലിൽ നിന്നും ഇറങ്ങിയതാണ്. ഈ വെള്ളത്തോടൊപ്പം തന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കുക. അടച്ചു വെച്ച് 15 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. 15 മിനിറ്റ് ആയി. മൂടി തുറന്ന് നോക്കാം. മസാലയെല്ലാം കൂന്തലിൽ പിടിച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായി ഇളക്കുക. 20 മിനിറ്റെങ്കിലും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയം കുറച്ച് തേങ്ങ വറുത്തതും കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി അടച്ചു വയ്ക്കാം. നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു.